നിനക്കെല്ലാത്തിനും ഒരു ന്യായം പറച്ചിലുണ്ടല്ലോ. എന്നാ നീ പറ, ഞാൻ കേക്കാം. ഓ ശരി. ഇനിയൊന്ന് നിർത്താവോ? ഇനി ഞാൻ പറയട്ടെ. നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ 2 ദിവസം നിന്റെ അനിയൻ സുരേഷിനെ അവിടെ കൊണ്ട് നിർത്ത്. എന്തുവാ? അവൻ വന്ന് നിൽക്കത്തില്ലെന്നോ? അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. എൻ്റെ ഉമേഷേ, നീ ഇങ്ങനെ നിന്റെ അനിയനെ കുറ്റം പറയല്ലേ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ ഫോൺ വെച്ചേ. എന്നമ്മാ? പടവലത്തെ ഉമേഷ് ഇല്ലയോ, അവന് 2 ദിവസം എന്തോ അസൗകര്യമുണ്ട്, പടവലത്ത് നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു അവന്റെ അനിയനെ വിളിച്ച് 2 ദിവസം അവിടെ നിർത്ത്. അപ്പൊ അവന്റെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക, അനിയന്റെ കുറ്റം പറയുക. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സുരേഷ് അണ്ണാ തന്നെ അവരങ്ങ് വന്നിരിക്കാറില്ലേ? അവൻ ആള് പാവുക, ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടെന്നേ ഉള്ളതേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അമ്മൂമ്മ കുഴിപ്പള്ളത്തമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മൂമ്മനെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് എന്താ നീ ഫോൺ ഇങ്ങോട്ട് തരാഞ്ഞത്? 2 ദിവസേ ഇവിടെ വന്ന് നിക്കാതും പറഞ്ഞിട്ടുണ്ട്. പറച്ചിലല്ലാതെ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ലല്ലോ. അയ്യോ, അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ ഇടയ്ക്ക് അമ്മയ്ക്ക് വയ്യാണ്ട് വന്നില്ലേ, അപ്പൊ യാത്ര ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ യാത്ര ചെയ്യാൻ വയ്യാത്ത ആളാ കൊല്ലത്തും ഗോകർണത്തും ഒക്കെ കല്യാണത്തിന് പോന്നെ. അതിപ്പോ കുടുംബക്കാരെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര വയ്യെന്ന് പറഞ്ഞാലും എഴഞ്ഞാണെങ്കിൽ അമ്മ പോവും. അതെന്റെ അമ്മ അങ്ങനെ തന്നെ ആയിരുന്നു. ആര് കല്യാണം വിളിച്ചാലും പോകുന്നേ. പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞപ്പം ഉറ്റവരെ ഉടയവരെയൊക്കെ കാണാനേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് പിന്നെ എങ്ങോട്ടും പോകണ്ടല്ലോ. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കൊച്ചുമക്കളെയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമല്ലോ ഇവിടെ. അത് ശരി, ഇപ്പൊ അങ്ങനെയായാ? എന്നാ പിന്നെ കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണ്ട. ആരെങ്കിലും കല്യാണം വിളിച്ചാലേ ഒരു വണ്ടി വിളിച്ച് നേരെ അങ്ങ് പൊക്കോ. എനിക്ക് പോണോന്ന് തോന്നിയാൽ ഞാൻ പോവും. அதே இந்த விஷயம் இங்க நிறுத்தலாம், அல்லைன்னா நீங்க இதை சொல்லி சண்டை போட ஆரம்பிப்பீங்க. வேண்டாம். ഞാനല്ലല്ലോ വഴക്ക് തുടങ്ങിയത്, അമ്മൂമ്മയല്ലേ. എപ്പോഴും അമ്മൂമ്മയാ വഴക്ക് തുടങ്ങുന്നത്. എന്നിട്ട് അവസാനം പറയും ലച്ചുവാണ് വഴക്കുണ്ടാക്കിയെന്ന്. അല്ലെങ്കിൽ ലച്ചുവിന് ഈയിടെ ആയിട്ട് ഇച്ചിരി ഭരണം കൂടുതലാ. കൊച്ചുമക്കളെ കിറുക്കിട്ട് കുത്തുകൊള്ളാനായിരിക്കും എൻ്റെ വിധി. അതെ, വല്ലപ്പോഴും കൊച്ചുമക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ എനിക്ക് അങ്ങനെ കേൾക്കാൻ സൗകര്യമില്ല. സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ മിണ്ടായില്ല. എന്താ അവിടെ കാണാൻ നിന്നോണം കേട്ടോ. എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. പുറത്തൊക്കെ എന്നാ ബ്ലോക്കാ. നമ്മൾ ഒരു സ്ഥലത്ത് കറക്റ്റ് സമയത്ത് എത്രയെന്ന് വിചാരിച്ചു ഞാൻ നടക്കത്തില്ല. കൂടാതെ മെട്രോ പണിയും വലഞ്ഞു പോയി. നീ ജംഗ്ഷനിൽ പോയിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അതെ. എന്നിട്ട് എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ ജംഗ്ഷനിൽ വെച്ചിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. പിന്നെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി അവന്റെ കൂടെ മറൈൻ ഡ്രൈവ് വരെ പോയി. മറൈൻ ഡ്രൈവ് പോയാ? എന്നിട്ട് എന്താ എന്നെ വിളിച്ചു പറയാഞ്ഞേ? എങ്ങനെ? അല്ലെ, മറൈൻ ഡ്രൈവ് പോയ കാര്യം എന്താണ് എന്നെ വിളിച്ച് പറയാഞ്ഞേന്ന്? അതൊക്കെ ഞാൻ നിന്റെ അടുത്ത് വിളിച്ച് പറയേണ്ട കാര്യമൊക്കെ ഉണ്ടോ ലച്ചുസേ? സിദ്ധുമോനെ, ഇവിടുന്ന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലേ എവിടെ പോന്നു, എന്തിനു പോന്നു, എപ്പോൾ വരും, എല്ലാം ലച്ചുമോനടുത്ത് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. ഇനി സിദ്ധുമോൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വേണേ പോവാൻ. പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. കഴിക്കാൻ എടുക്കട്ടെ? എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഞാൻ മറൈൻ ഡ്രൈവിൽ നിന്ന് നല്ല കിടിലം മട്ടൻ ബിരിയാണി കഴിച്ചു. ആന്റി, കിടിലം മട്ടൻ ബിരിയാണി നമുക്ക് ഒരു ദിവസം പോയി കഴിക്കാൻ കേട്ടോ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പിന്നെ എവിടെ ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ഇവിടെ ഉള്ളത് നമുക്ക് വൈകിട്ടാണെങ്കിലും കഴിക്കാമല്ലോ. അത് പറ്റില്ല, കുറച്ചാണെങ്കിലും ഇപ്പൊ കഴിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണെങ്കിൽ ലച്ചൂസ് തന്നെ എടുത്ത് വെച്ച് കഴിച്ചോ കേട്ടോ. സൗകര്യമില്ല വരെ. ഞാൻ അങ്ങോട്ട് വരാം. അമ്മൂമ്മ ഭരിക്കുന്നത് പോലെ ഭർത്താവിനെ ഭരിക്കാൻ ചെന്നതാ. ഒത്തില്ല, ചമ്മിപ്പോയി. അമ്മൂമ്മയ്ക്കുള്ളത് ഞാൻ തരാം കേട്ടോ. ആയിക്കോട്ടെ. മനുഷ്യൻ നാണം കെട്ട വരില്ല. വന്ന വഴി എന്നെ ഡ്രസ്സും മാറി ഫോണും നോക്കിയിരിക്കുക. ഞാൻ പിന്നെ വേറെ എന്തോ ചെയ്യാനാ? അതെ, ചോറ്, രസം, തോരൻ, മീൻ വറുത്തത്, അച്ചാറ്, പപ്പടം, പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ലച്ചൂസേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ രാത്രി അത് കഴിച്ചോളാന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ ഇത് വന്ന് പറയുന്നേ? അല്ല, രാത്രി നീ ചോറ് കഴിക്കാറില്ലല്ലോ, ദോശയോ ചപ്പാത്തിയല്ലേ കഴിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം.
ഇന്ന് രാത്രിയിലത്തേക്ക് ഒരു ചേഞ്ച് ആവാം. ചപ്പാത്തി മാറ്റിയിട്ടേ ലെച്ചൂസ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാം. വേണ്ട, ചേഞ്ച് ചെയ്യണ്ട. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണമെന്നോ? ആ. എന്റെ പൊന്നു ലെച്ചൂസ്, വയർ ഓൾറെഡി ഫുള്ളാ. അത് മാത്രമല്ല, ഞാനിപ്പോ ഇച്ചിരി ഡയറ്റ് ഒക്കെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ. പിന്നെ ഡയറ്റ് നോക്കുന്ന ആളാണല്ലോ കുറച്ച് മുന്നേ പോയി മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വന്നത്. എന്റെ പൊന്നു ലെച്ചൂസ്, ഈ മട്ടൻ ബിരിയാണി ഒക്കെ നമ്മൾ വല്ലപ്പോഴും അല്ലേ കഴിക്കത്തുള്ളൂ, അത് പുറത്തുനിന്ന്. അതിപ്പോ എന്താ? ഒന്നില്ലെങ്കിൽ പുറത്ത് പോകുന്ന കാര്യം വിളിച്ച് പറയണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന കാര്യം വിളിച്ച് പറയണം. അതെങ്ങനെയാ? ഇപ്പൊ ഒന്നും വിളിച്ച് പറയാറില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആ, ഇപ്പൊ അപ്ഡേഷനും ഇല്ല, ഒന്നുമില്ല. സത്യം പറ, നിനക്ക് ഇപ്പൊ എന്നെ വന്ന വരെ പിടിക്കുന്നില്ല അല്ലേ? എന്റെ പൊന്നു ലെച്ചു, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇന്ന് ഈ വീട്ടിലെ ആരെങ്കിലും ആയിട്ട് കൊമ്പ് കോർത്താ? കൊമ്പ് ഓർക്ക ഞാൻ താടോ മാടോ വല്ലതും ആണോ? ഓ അങ്ങനെ. എനിക്ക് 1-2 അർജന്റ് കോൾസ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, നിന്റെ മൂഡ് ഒട്ടും ശരിയില്ല. നമുക്ക് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും പറഞ്ഞു തന്നെ ഉടനെ 5-6 കോൾസ്. ഫോണിൽ തന്നെ എന്തോ ഫോണിൽ തന്നെ മര്യാദക്ക് ഫോൺ തരാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് വെറുതെ വീട്ടിൽ കിടന്ന് ചുമ്മാടി ഉണ്ടാക്കണത്? അളയാൻ വന്നിട്ട് 2 വെള്ളിയാഴ്ച ആയില്ലല്ല, കിടന്ന് ചൊറിയണം എന്തിനെ? പൊക്കോളം നിന്റെ വെള്ളിയാഴ്ചയും കൊണ്ട് എന്തു പറഞ്ഞാലും അതെ, വെള്ളിയാഴ്ച. എന്നാ പിന്നെ ശനിയാഴ്ച ഒടിയേട്ടാ. രണ്ടും പോയേ. പോ നമ്മള് പോയേക്കാം. ഇനിയിപ്പോ നമ്മളോട് വന്നിട്ട് നമ്മളടുത്ത് കയറാൻ പറഞ്ഞ എന്തിനാണോ എന്തോ നളിയ ഇതൊക്കെ. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ പോലും പറ്റത്തില്ല. അത് തന്നെ, ഒരുത്തൻ പുറത്തുനിന്ന് കയറി വന്നേ ഉള്ളൂ, അതിന് മുമ്പ് തുടങ്ങി നമ്മളെ നെഞ്ചത്തു. നിനക്ക് എന്താണ് പ്രശ്നം? ആരിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ കുഴപ്പം മൊത്തം ലെച്ചൂസിനാ. അളയാ വിടലേ, പോട്ട്, സിമ്പിൾ കേസ്. ഇനി വെറുതെ ഇതിന്റെ പേരും കളി ഉണ്ടാക്കട്ടെ. ഞാനും പാറും അങ്ങ് പോയേക്കാം. പാറോയ് എനിക്ക് 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പറയലയാ, എന്താണ് പ്ലാൻ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടാ? പ്ലാൻ ഞാൻ പറയാടാ. പുറത്തിരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അത് വിൽക്കാൻ പോകുന്നു. ശരി. നിങ്ങൾ മേടിച്ചിരുന്ന വണ്ടിയല്ലേ, കൊണ്ടേ വിറ്റോ, നമുക്കെന്തറിയാം. അളിയാ, നിന്റെ ചേച്ചിയുടെ മൂഡ് മൊത്തത്തിൽ മാറി നിൽക്കുക. അവള് വായിത്തോന്നൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. നീ മൈൻഡ് ചെയ്ത് നിൽക്കണ്ട. ആര് മൈൻഡ് ചെയ്യണ്? ചേട്ടാ, ഈ ഫാമിലി മാറ്റർ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കട്ടെ, നമുക്ക് പോവാ. ഫാമിലി മാറ്ററാ? ഞാൻ പിന്നെ എവിടുത്തേടി? അതിനിപ്പോ നമ്മളൊന്നും പറയണല്ലോ, ഞാൻ പോയേക്കാം. അയ്യോ എവിടെയും പോവണ്ട, മക്കൾ ഇവിടെ തന്നെ ഇരുന്നോ. ഞാനങ്ങ് പോയ പ്രശ്നം തീർന്നല്ലോ. എന്നാ തന്റെ പലക പോലത്തെ ഫോൺ. എന്തോ പറ്റിയേ? അളിയാ, ഞാൻ ലേറ്റ് ആയിട്ട് വന്നതോ മട്ടൻ ബിരിയാണി കഴിച്ചതോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ എന്തോ ഒരു വള്ളി നടന്നിട്ടുണ്ട്. അളെ, മട്ടൻ ബിരിയാണി കഴിച്ച കേസ് ഞാൻ വിട്ടിട്ടില്ല. അത് ഞാൻ തോന്നിക്കോളാം. ഇവിടുത്തെ വള്ളി അതെന്തോ കാര്യമായിട്ടുണ്ട്. അതറിയണമെങ്കിൽ ചേച്ചിയുടെ പുറകെ തന്നെ പോണം. പറു, സ്ട്രൈറ്റ് കിച്ചൺ, ഫോളോ മീ. ചേച്ചി കിച്ചണിലോട്ടല്ലേ പോയത്? കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാൻ ഇവിടെ ആരും വേണ്ട. ഇവിടെ അടുക്കള നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലും ജോലിയും മേലും ചെയ്യണം. അമ്മൂമ്മ മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയാണല്ലേ? നീയും ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും അവസാനം ലച്ചു പുറത്ത്. കുഴപ്പമില്ല, എനിക്കറിയോ, ഈ വീട്ടിലുണ്ടല്ലോ ഒരു ഒറ്റ എണ്ണം പോലും ഇല്ല മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത്. லெச்சு, நீ அப்படியெல்லாம் சொல்லக்கூடாது லெச்சு. அம்மா எதா கோவத்துல எதா சொல்லுவாங்க. நீயும் அப்படித்தானே, கோவம் வந்தனா நீயும் சொல்லுவல. அதுக்கு இப்படியெல்லாம் பேசலாமா? ഓഹോ, അപ്പൊ അമ്മു പറഞ്ഞിട്ടാണ് ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ. അമ്മു എന്തിനാ അമ്മു പറഞ്ഞേ? டேய், அம்மா சொன்னதில்லடா. அம்மா அவளை கிண்டல் பண்ணாங்க, அதுக்குதான் அவ வருத்தப்பட்டு இருக்கா. എന്ത് കിണ്ടൽ പണിന്ന്? കനകം, ഞാൻ എന്ത് കളിയാക്കിയെന്നാ നീ പറയുന്നത്? நீங்க கிண்டல் பண்ணீங்க அம்மா. கொஞ்சம் முன்னாடி என்ன நடந்ததுன்னு யோசிச்சு பாருங்க. நீங்க லெச்சு கிட்ட சொன்னீங்கல்ல, உங்களை திட்டுற மாதிரி சித்துவ திட்டினா அவங்கிட்ட இருந்து நல்லா கிடைக்கும்னு சொல்லிட்டு நீங்க சிரிச்சு வந்தீங்கல்ல. പറഞ്ഞ എനിക്കും ഓർമ്മയില്ല, കേട്ട ലച്ചുവിനും ഓർമ്മയില്ല. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരുന്നേ? അമ്മൂമ്മ കൂടുതൽ പറയുമൊന്നും വേണ്ട. അമ്മൂമ്മയ്ക്ക് ഇപ്പൊ പഴയതുപോലെ എന്റെ അടുത്ത് വലിയ സ്നേഹമൊന്നുമില്ല. നിങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാണ് സിദ്ധു ഇപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങണത്. ചേച്ചി വിട്, ചേച്ചി പോട്ടെ, വിട്ടടാ.
നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. അമ്മൂമ്മ നേരെ അമ്മൂമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ചുമ്മാ ലച്ചേച്ചി ചൂടാവില്ലേ കേട്ടല്ലോ. ഇനിയിപ്പോ അമ്മൂമ്മക്ക് ചൂടായേ പറ്റൂന്നുണ്ടെങ്കിൽ അമ്മൂമ്മ എൻ്റെ അടുത്ത് ചൂടായി. എന്റെ അടുത്തും ചൂടായിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, ഒരു വിഷമം വന്നപ്പം ഒരു വയറ്റിൽ പറഞ്ഞവരെല്ലാരും കൂടെ ഒന്നായി. ഇക്കണക്കിനാണെങ്കിൽ 2-3 വർഷം കഴിയുമ്പം എന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് കളയുമല്ലോ. എന്തോന്നാ ഇത് കോറസ് പോലെ? മോനെ, ലച്ചുനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ട് പോകും. ലച്ചു, എനിക്ക് അറിയാൻ മേലാത്തോട്ട് ചോദിക്കുക, ഈ വീട്ടിൽ നിനക്ക് വേറെ ആരെയും കിട്ടില്ല മെക്കിട്ട് കയറാൻ വേണ്ടിട്ട്? പാവം നമ്മളെ അമ്മുമ്മയെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക വെറുതെ. ഇനിയിപ്പോ നീയും തുടങ്ങിക്കോ. ഇത് ദൈവം സത്യം പറയണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്നാണ്. ഒരു കാര്യം ചെയ്യാൻ അങ്ങനെയാണെങ്കിലേ മാവൻ ചോട്ടി പോയിരിക്കും, എന്നിട്ട് തലയിൽ ചൂടങ്ങ് പോകുമ്പോ കയറുവാ. നിനക്കുള്ള ഞാൻ തരാൻ കേട്ടോ. ഇവളിത് എന്തോന്നൊക്കെയാ അമ്മുമ്മ കാണിക്കുന്നത്? ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ മോനെ. അതാളിയാ ചേച്ചി ഇങ്ങനെയാണ്, സ്നേഹമുള്ളവരടുത്ത് ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുന്നത്. ഒന്നും പറഞ്ഞോണ്ട് ഇപ്പം ചേച്ചി എടുത്ത് ചുമ്മാ എല്ലാവരും കൂടെ ദേഷ്യപ്പെടാൻ നിൽക്കില്ല കേട്ടല്ല, എല്ലായിടത്തും കൂടാണ്. അല്ല ഇതിപ്പോ ആരോട് എന്ത് പറഞ്ഞതിന്റെ പേരില വിഷു എന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. കുറ്റം മൊത്തം ഇപ്പൊ എനിക്കാ മോനെ. അളിയാ, അല്ലെങ്കിൽ വേണ്ട. നീ എന്തോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അയ്യോ തായേ, ചുമ്മാ പാത്തേ, ഒന്നും ഇല്ല. എനിക്ക് വെച്ചിട്ടുണ്ട്. അളിയാ, ഓ, ചേച്ചി ഭയങ്കര ദേഷ്യത്തിലാ, മാവുംചട്ടി തന്നെ ഇരിക്കുക. ആ അവളവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ വിളിച്ചിട്ട് വന്നില്ല. എന്തിനാ പാറോളി വിളിക്കാൻ പോയേ? അളിയാ, അളിയനൊന്ന് വന്ന് വിളിക്കേ. ചേച്ചി അങ്ങനെ ഒന്നും താഴത്തില്ല. ഞാനും അങ്ങനൊന്നും താഴത്തില്ല. ആ, നമുക്കറിയാം. എന്തോന്നറിയാന്ന്? അളിയൻ 1 മണിക്കൂർ പോലും ചേച്ചി അടുത്ത് പിണങ്ങിയിരിക്കത്തില്ല. 1 മണിക്കൂറാ? ഒന്ന് പോ പാറോളി അവിടെ. ഞങ്ങളെ 3 ദിവസം വരെയൊക്കെ മിണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെയാ എപ്പോഴും എന്നിട്ട് അവൾ എന്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് എന്നിട്ട് പറഞ്ഞ് ഇനി എന്റെ അടുത്ത് മിണ്ടാൻ വരല്ലേന്ന്. എങ്ങനെയാണെന്ന് ആരാ മോളുടെ അടുത്ത് പറഞ്ഞേ? അങ്ങനല്ല കേട്ടോ. ആറൂസ് ചെല്ല് ചെല്ല് ചെല്ല്, അകത്തക്കാനും പോയിരി. അളിയാ, നിങ്ങള് 3 ദിവസം പിണങ്ങിയിരുന്നെന്ന് പറഞ്ഞില്ലേ? അളിയൻ ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോഴാണോ? ഇപ്രാവശ്യം ലീവിന് വന്നപ്പോഴല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ. ഞാൻ ആ, അപ്പൊ ഞാൻ ജനിച്ചു കാണത്തില്ലല്ലേ? ചെല്ല് 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 ചെല്ല്, അകത്തോട്ട് പോ. ആറൂസേ കൊറേ ആവുന്നുണ്ട് കേട്ടാ, ചെല്ല്. നിങ്ങൾ രണ്ടുപേരും എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആരെങ്കിലും ഒന്ന് മിണ്ട്. നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചെല്. ഞാൻ കുറച്ചു നേരം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തനിക്ക് സ്വസ്ഥത കിട്ടൂലേ? ആ, എനിക്ക് നല്ല സ്വസ്ഥത കിട്ടിയായിരുന്നു. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? നീ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല സിദ്ധു. കുറച്ച് കാശും പ്രമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വഭാവമൊക്കെ അങ്ങ് മാറി തുടങ്ങി. അങ്ങനെ പലർക്കും തോന്നും, ഒരു ജോലിയും കൂലി ഇല്ലാതെ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുവല്ലേ, അപ്പൊ ഇങ്ങനെ പലതും ആവാമല്ലോ. ഇപ്പൊ എന്റെ കുഴപ്പം കണ്ടുപിടിക്കലാണല്ലോ നിന്റെ മെയിൻ ജോലി. കുഴപ്പം കാണിച്ചാ കണ്ടുപിടിക്കേണ്ടി വരും ലച്ചൂസേ. ഞാൻ എന്താ കാണിച്ചേ? നീ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സിദ്ധു, ഞാൻ കൊറേ ആയി ശ്രദ്ധിക്കുന്നു, നീ ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടേ എന്നെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, അവിടെ കുഴിപ്പളത്ത് അച്ഛന്റെ അമ്മയുടെ മുമ്പിലൊക്കെ വെച്ച് എന്നെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ലച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എപ്പോഴും ഞാൻ എന്റെ വീട്ടുകാരെ മുന്നിൽ വെച്ച് നിന്നെ ഇടിച്ചാടി സംസാരിച്ചു? ഒന്ന് പറഞ്ഞേ, സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞേ. കുറെ നേരം കിടന്ന് സംസാരിക്കുന്നു, എന്തുവാ? ആ, പ്രശാന്ത് ഏട്ടന്റെ വീട്ടിൽ വെച്ചിട്ട് നീ ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ ഫോൺ എടുക്കാൻ പോകുന്ന കാണാൻ പറ്റില്ല നിനക്ക്. കാര്യം സംസാരിച്ചോടിക്കുമ്പോഴേ ഫോണിന്റെ കാര്യം സംസാരിക്കുന്നത്. ലച്ചു, ഫോണിൽ തന്നെ ഫോൺ തരുന്നില്ല. ഫോൺ തരാൻ പറ്റില്ല. ഫോൺ തരില്ലെന്ന് ഞാൻ പറഞ്ഞു. ഫോൺ തരൂലെന്ന്. ഫോണിൽ തന്നെ എന്തുകൂടെ ഒരു കാര്യമില്ലാതെ എന്റെ ഫോൺ അടിച്ചു വെക്കുക കേട്ടോ അവള്. എന്താണ് ചേച്ചിയുടെ പ്രശ്നം? ഫോൺ എന്ത് കോട് ഇങ്ങോട്ട് ഫോൺ കൊടു. ആ, ഫോൺ കൊടുക്കാൻ പറ്റൊന്നുമില്ല. ഫോൺ കൊടു. ഇല്ല, പറ്റത്തില്ല. ഫോൺ കൊടു. മുഴുങ്ങി തിന്നെ ഫോൺ. എനിക്കെന്തിനാ തന്റെ ഫോൺ? ചേട്ടാ, എന്റെ ലോക്കൊന്ന് അയച്ചു തരാമോ? എന്തിനാ?
എനിക്ക് ഗെയിം കളിക്കാനാ. ഞാൻ എൻ്റെ ഒരു ടാഗ് ഇപ്പൊ ഇവിടെ വന്നു. കുറെ നേരായി തന്റെ ഫോൺ കിണി കിണിന്നും പറഞ്ഞ അടിക്കുന്നേ. എന്നാ എടുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ എന്റെ ഫോൺ കൊണ്ട് പുഴുങ്ങി തിന്നില്ല. എന്റെ സിദ്ധു ഗൾഫിൽ നിന്നൊക്കെ കോള് വരുന്നു, തിരിച്ചു വിളിക്ക്. ആ ഗൾഫിൽ നിന്ന് കുറെ കോളുകൾ വരും. കൂടിപ്പോയി കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. അങ്ങ് പൊക്കോട്ടെ. സിദ്ധു ചുമ്മാ അഹങ്കാരം കാണിക്കല്ലേ, മര്യാദക്ക് തിരിച്ചു വിളിച്ചേ. ലച്ചു, നീ എന്നെ ഒരുപാട് മര്യാദ പഠിപ്പിക്കാൻ നിൽക്കല്ലേ. എന്റെ സ്വഭാവം മാറി നിൽക്കാൻ നീ അകത്തോട്ടെങ്ങാനും കയറിച്ചല്ലേ. എന്നാ ഫോൺ പിടി. ലച്ചു ചുമ്മാ കളിക്കല്ലേ. അതിന് എനിക്ക് പറഞ്ഞു ചുമ്മാ കളിക്കല്ലേ, ഫോൺ വിളിച്ചേ. പിടിക്കത്തില്ല. എന്നാ പിടിക്ക്. ഞാൻ പിടിക്കത്തില്ല. ലച്ചു കളിക്കില്ല ഞാൻ പറഞ്ഞു കേട്ടോ. എടാ നിനക്കെന്താ നിന്റെ ഫോണല്ലേ പിടിച്ചത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ പിടി. ഫോൺ കളയാൻ നോക്കുന്നു. എന്താണ് നിന്റെ പ്രശ്നം? കൈന്ന് വിടെ. കൈന്ന് വിടെ വേദന എടുക്കുന്നുണ്ട്. ആ വേദനിക്കട്ടെ, കുറച്ചൊക്കെ വേദനിക്കട്ടെ. കൈ ഒടിയൂടാ. ആ കൈ ഒടിയട്ടെ. ഒടിയട്ടെ. നാട്ടുകാരെ ഓടി വരണേ, വീട്ടുകാരെ ഓടി വരണേ. എല്ലാരെയും വിളിച്ചു കൂട്ടി, എനിക്ക് ഒരു കുഴപ്പമില്ല. എടാ കൈ വേദന. എടുത്തില്ലേ? എടാ വീടടാ. കൈ ഒടിയട്ടെ. വീട്ടുകാരെ ഓടി വരണേ. മര്യാദക്ക് നിന്ന് എന്നെ പൊന്നാടാ നീ എന്റെ കെട്ടിയോനെ. പുള്ളിയേച്ചി സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ലോ. ഞാൻ ഈ തള്ളി പോയിച്ചിൽ അങ്ങ് പോയത്. ഞാൻ അറിഞ്ഞതിന് ആരെയൊന്നും ഇല്ലെന്ന്. സിദ്ധു എന്താ കാണിച്ചേ? തള്ളിയത് സിദ്ധുടാ. സിദ്ധു അയ്യോ മോനെ മോനെ സിദ്ധു എണീക്ക് എണീക്ക് മോനെ സിദ്ധു എഴുന്നേക്ക്. അയ്യോ ആശുപത്രി പോവാ. ഹോസ്പിറ്റലിൽ പോകാൻ സിദ്ധു. വണ്ടി 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 എനിക്കറിയാം എങ്ങനെ കൊണ്ടോണമെന്ന്. നീ എന്താണ് ഞങ്ങളുടെ കാറ്റിൽ ഇറങ്ങണ വരുന്നേ? വാ നടക്ക്. ചേച്ചി ഫോൺ. ചേട്ടാ എണ്ണീച്ച് വാ. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ച് കിടക്കാതെ വാ. ഞാനൊന്നുമില്ല. എണ്ണീച്ച് വാന്ന്. ചേട്ടൻ അബദ്ധം പറ്റിയതല്ലേ, മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. എണ്ണീച്ച് വാ. വാന്ന് പൊന്നു പറഞ്ഞു നീ പോയേ. വാന്ന് വാ. മക്കളെ അമ്മൂമ്മ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങ് ചെയ്തു പോയതാ. മക്കൾ എണീറ്റ് വാ. അതൊന്നും കുഴപ്പമില്ല. അത് എനിക്കൊരു സംഭവം ഒരു അബദ്ധം പറ്റി പോയതാ. അത് സാരമല്ല, മക്കൾ അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ലോ. എണീറ്റ് വാ.
അനങ്ങല്ലേ ഇല്ല. അനങ്ങല്ലേ. പയ്യെ. ആ പയ്യെ. അയ്യോ പണിയാ. സൂക്ഷിച്ച് 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 സൂക്ഷിച്ച്. ചത്തോന്ന് നോക്കണോ? ചത്തട്ടില്ലടാ, ഇച്ചിരി കൂടെ ജീവൻ ബാക്കിയുണ്ട്. മോളെ വലിയ മുറിവാന്നോ? അത്യാവശ്യം ആഴമുണ്ട് അമ്മൂമ്മ. മോനെ ഇപ്പൊ എങ്ങനുണ്ട്? വലിയ കുഴപ്പമില്ല. ഞാൻ പണ്ടേ പറയാറില്ലേ ഈ ചെറുക്കക്കാരന്റെ കുടുംബജീവിതം നശിക്കുമെന്ന്. പൊന്നേച്ചി സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അളിയൻ ചേച്ചിയുടെ കൈ കയറി പിടിച്ചപ്പോ ചേച്ചിക്ക് വേന എടുക്കണമെന്ന് പറഞ്ഞ് ചേച്ചി കിടന്ന് കരഞ്ഞില്ലേ? ഞാൻ ഫ്ലോയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പിടിച്ച് മാറ്റാൻ നോക്കിയതാ. സത്യമായിട്ട് ഞാൻ അളിയനെ പിടിച്ച തള്ളാൻ നോക്കിയല്ലോ അളിയാ. ഞാൻ മാറ്റിയപ്പോ അളിയ അങ്ങനെ ഓർത്തില്ലല്ലേ. സോറില്ലേ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ചേച്ചിയുടെ സോറി അളിയ. കാര്യം ഞാൻ തലേന്ന് കൂടെ എണീക്കടാ. സോറി അളിയ. ഈ അടുത്ത് വരുമ്പോ തന്നെ ഇപ്പൊ പേടി. എണീറ്റ് ഇനി എന്നെ ഒന്ന് എണീപ്പിച്ചേ. എന്റെടാ സോറി അളിയ, ഒരു അബദ്ധം പറ്റി പോയതാ. അളിയാ, നിന്റെ കൂടപ്പിറപ്പുകൾക്ക് വേദനിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേദനിക്കുമെന്ന് എനിക്കറിയാം. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നീയും എന്റെ അടുത്ത് ക്ഷമിക്കും.